അസ്സലാമു അലൈക്കും. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. വിശുദ്ധ റമദാനിൻ്റെ പുണ്യ ദിനരാത്രങ്ങളിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പാശ്ചാത്താപത്തിൻ്റെ, സൽക്കർമ്മങ്ങളുടെ, ദാനധർമ്മങ്ങളുടെ അപൂർവ ശോഭയുള്ള നിമിഷങ്ങളിലാണ്, ധന്യമായ മുഹൂർത്തങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം കൂടിയാണിത്. ഒരർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചതിൻ്റെ വാർഷിക ഉത്സവമാണ്, ആത്മീയ ഉത്സവമാണ് യഥാർത്ഥത്തിൽ റമദാൻ. മനുഷ്യൻ്റെ ആത്യന്തികമായ ധർമ്മം എന്ന് പറയുന്നത് അവൻ്റെ സൽസ്വഭാവ രൂപീകരണമാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്ന, അധമ ജീവിതം നയിക്കുന്ന മനുഷ്യനെ ഉത്തമനാക്കുന്ന, സൽപ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്ന പുണ്യകർമ്മമാണ് റമദാൻ വ്രതാനുഷ്ഠാനം. ആ വ്രതാനുഷ്ഠാനത്തെ മനുഷ്യൻ്റെ നന്മയിലേക്ക് മാർഗദീപമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ഈ മാസത്തിലാണ് ദൈവത്തിൻ്റെ വിശുദ്ധമായ വചനങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതീർണമായത്. വായിക്കുക, എഴുതുക, ചിന്തിക്കുക, ഉത്കൃഷ്ടമായ മൂല്യബോധത്തോടെ സമൂഹത്തിൽ ജീവിക്കുക, അങ്ങനെ ഇഹലോകത്തും പരലോകത്തും വിജയം കൈവരിക്കുക എന്നതാണ് ഖുർആൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ പറഞ്ഞു തന്ന അധ്യാപനങ്ങളാണ്, ദൈവിക അധ്യാപനങ്ങളാണ് ഖുർആനിലെ വചനങ്ങൾ. റമദാൻ്റെ ഓരോ ദിനരാത്രങ്ങളിലും നമുക്ക് ഖുർആൻ്റെ പ്രത്യേകമായ സവിശേഷമായ സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് ഈ ഖുർആനിലൂടെ കാണാൻ പറ്റും. നമുക്ക് ഓരോ ദിവസവും ഖുർആൻ്റെ ദൈവവചനങ്ങൾ പഠിക്കാം, പ്രചരിപ്പിക്കാം, അത് ഗ്രഹിക്കാൻ ശ്രമിക്കാം. സത്യത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത്, അത് മനഃപ്പാഠമാക്കുന്നത്, അത് പഠിപ്പിക്കുന്നത് ഒക്കെ ഈ വിശുദ്ധ ദിനരാത്രങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ്. ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഇബാദത്ത് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് റമദാൻ മാസം നിലനിൽക്കുന്നു. അപ്പോൾ ഇന്ന് വിശുദ്ധ ഖുർആനിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സൂറത്ത്, ഒരു അധ്യായമാണ് പരിചയപ്പെടുത്തുന്നത്. അധ്യായത്തിൻ്റെ പേര് ഹുജുറാത്ത് എന്നാണ്. മുറികൾ എന്നർത്ഥം വരുന്ന ഒരു അധ്യായമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമായി അതിൻ്റെ പാശ്ചാത്തലം, അവതരണ പാശ്ചാത്തലത്തെക്കുറിച്ച് പറയാം. പ്രവാചകൻ അനുയായികളോട് നിരന്തരം പറയുന്നത്, കേവല അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം യഥാർത്ഥത്തിലുള്ള നന്മ മനുഷ്യനോട് സ്നേഹത്തോടെ, വിനയത്തോടെ, സൗമ്യമായി, ശാന്തമായി പെരുമാറുക എന്നുള്ളതാണ്. അത്തരം അധ്യാപനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയത്താണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇത് 49-ാമത്തെ അധ്യായമാണ് ഖുർആനിലെ. 18ഓളം സൂക്തങ്ങളുണ്ട് ഇതിൽ. അതിൽ 11ഉം 12ഉം സൂക്തങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. 11-ാമത്തെ വചനം. അതിൽ ദൈവം പറയുന്നത്,
വലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, നിങ്ങൾ ഒരു വിഭാഗം, ഒരു സമൂഹം, ഒരു ജനത മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. വലാ നിസാഉം മിൻ നിസാ, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കരുത്. പരിഹാസം എന്നത്, നിന്ദ എന്നത്, തേജോവധം എന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തിന്മയായിട്ടാണ്, പാപമായിട്ടാണ് മതം പരിചയപ്പെടുത്തുന്നത്. അതായത് കൊലപാതകം പോലെ, അഴിമതി പോലെ, വ്യഭിചാരം പോലെ, അല്ലെങ്കിൽ അതിലും അപ്പുറം ഗൗരവമായിട്ടാണ് ഖുർആൻ ഇതിനെ സമീപിക്കുന്നത്. ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ന്യൂജൻ കാലത്ത്, അപവാദങ്ങളുടെ, കിംവദന്തികളുടെ, ഊഹാപോഹങ്ങളുടെ, തരംതാഴ്ത്തലുകളുടെ കാലമാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഖുർആൻ വളരെ ഗൗരവത്തോടെ ഈ വിഷയം സൂചിപ്പിക്കുന്നത്. അപ്പം മനുഷ്യന് വേദനിക്കുന്ന, വിഷമിക്കുന്ന, പ്രയാസകരമായ ഒരു അനുഭവമുണ്ടെങ്കിൽ നിങ്ങളുടെ വ്രതം, ദാഹം, വിശപ്പ് ഒക്കെ നിഷ്ഫലമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വിശപ്പ് സഹിക്കേണ്ടതില്ല, നിങ്ങൾ ദാഹിച്ചു വലയേണ്ടതില്ല. ഇങ്ങനെ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞും പരിഹസിച്ചും മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ട്, വളരെ ശ്രദ്ധയോടെ ഖുർആൻ കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. അടുത്ത സൂക്തത്തിൽ പറയുന്നത്, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയരുത്. പരിഹാസത്തെക്കാളും ഗൗരവമുള്ള വിഷയമാണത്, പരസ്പരം കൊഞ്ഞനം കുത്തുക, കുത്തുവാക്കുകൾ പറയുക എന്നത്. അതിനുശേഷം പറയുന്നത്, വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ മോശം പേരുകൾ ഉപയോഗിച്ചിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഇരട്ടപ്പേര് എന്ന് പറയും, അങ്ങനെ ഒരാളെ നിന്ദിക്കുന്ന പേരുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യരുത്. അതിനുശേഷം പറയുന്നു, ബിഅ്സലിസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെയുള്ള നീചമായ വാക്കുകൾ പറയാൻ സാധിക്കുന്നത്? അതേറ്റവും വലിയ അധാർമികതയാണെന്ന് ഖുർആൻ പറയുന്നു. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ അക്രമകാരി. ഖുർആൻ പറയുകയാണ്, ഒരാളെ ആയുധമെടുത്ത് കൊല്ലുന്നതിനേക്കാൾ അയാളെ മാനസികമായി ഇങ്ങനെ പരിഹസിക്കുന്നതും ദ്രോഹിക്കുന്നതുമാണ് ഏറ്റവും വലിയ ആക്രമണം എന്ന് ഖുർആൻ പറയുന്നു. പ്രവാചകൻ്റെ ആശയപ്രചരണ കാലത്ത് ഏറ്റവും ഗൗരവത്തോടെ അനുയായികളെ ബോധ്യപ്പെടുത്തിയ വിഷയം തൻ്റെ സഹോദരനെ അപമാനിക്കരുത് എന്നുള്ളതാണ്. വിശ്വവിഖ്യാതമായ ഹുജ്ജത്തുൽ വിദാഇൻ്റെ വിശ്വവിഖ്യാതമായ പ്രവാചകൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ സമ്പത്തിന്, നിങ്ങളുടെ സ്വത്തുക്കൾക്ക് ഒക്കെ വിലയുള്ളതുപോലെ, പവിത്രതയുള്ളതുപോലെ ഒരാളുടെ അഭിമാനത്തിനും വിലയുണ്ട്. ഒരാളെ അപമാനിക്കുക, അവഹേളിക്കുക, അവരെ തരം താഴ്ത്തുക, തേജോവധം ചെയ്യുക എന്നതൊക്കെ വലിയ പാപമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാര്യം, ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ദൈവത്തോട് മാപ്പിരന്നാൽ മതി. പക്ഷേ നിരന്തരം പ്രാർത്ഥിക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു നല്ല വിശ്വാസിയാണ് എന്ന് വെച്ചാലും തനിക്ക് വേദനിച്ച, താൻ അപമാനം നേരിട്ട ഒരു സഹോദരൻ വേദനയോടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അയാൾ പരാജയപ്പെട്ടു എന്നാണ് പ്രവാചകൻ പറയുന്നത്. അയാളോട് മാപ്പിരക്കണം. ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, അശ്രദ്ധയിൽ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, എൻ്റെ ബുദ്ധി മോശമാണ്, എനിക്ക് പുറത്തു തരണം, മാപ്പ് തരണമെന്ന് സഹോദരനോട്, സഹോദരിയോട് പറയാത്ത കാലത്തോളം അവൻ തെറ്റുകാരനാണ്, അവൻ കുറ്റക്കാരനാണ്, അവൻ പാപം ചെയ്തവരാണ്, ദൈവം അവനെ വെറുക്കുന്നു. ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ, വിമലീകരിക്കാൻ, സംസ്കരിക്കാനുള്ള അസുലഭ നിമിഷങ്ങളാണ് സത്യത്തിൽ ഈ ആയത്തിലൂടെ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ വചനങ്ങളിലൂടെ നമ്മൾ ഗൗരവമായി എടുക്കേണ്ടത് അതാണ്. ഖുർആൻ റമദാൻ മാസം ഒരുപാട് പാരായണം ചെയ്യുന്നവരാണ് വിശ്വാസികൾ. പക്ഷേ കേവല പാരായണങ്ങളിൽ, പാരായണ അക്ഷരത്തിൽ തളച്ചിട്ടത് കൊണ്ട് പുണ്യം പൂർത്തിയാകുന്നില്ല, അവൻ്റെ പ്രാർത്ഥന സഫലമാകുന്നില്ല. അതാണ് ഈ ആയത്ത് പറഞ്ഞു വെക്കുന്ന താല്പര്യം. 12-ാമത്തെ വചനത്തിൽ ദൈവം ഉണർത്തുന്ന കാര്യം ഇതാണ്, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറം മിനല്ലൻ ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ. നിങ്ങളുടെ ഊഹങ്ങൾ പലതിനെയും നിങ്ങൾ വെടിയുക. ഇജ്തനിബൂ കസീറം മിനല്ലൻ,
കുറേ ഊഹങ്ങളെ നിങ്ങൾ വെടിയേണ്ടതുണ്ട്. ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ, ചില ഊഹങ്ങൾ, ഊഹാപോഹങ്ങൾ, തെറ്റിദ്ധാരണകൾ മഹാപാപമാണ് എന്ന്. ഇസ്മ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം പാപം എന്നാണ്. ദമ്പ് എന്ന് പറഞ്ഞാൽ ചെറുദോഷമാണ്. എന്നാൽ ഇസ്മ് എന്ന് പറഞ്ഞാൽ മഹാപാപമായിട്ട് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആളെക്കുറിച്ച് പോസിറ്റീവായിട്ട് നല്ലത് വിചാരിക്കുക. എന്തെങ്കിലും ആരെങ്കിലും പറയുന്നു എന്ന് കരുതി അതിനെ വിശ്വസിച്ച് ഏറ്റെടുത്ത് അതിനെ മുന്നോട്ട് പോയാൽ, ആ വിശ്വാസവുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും അത് സമൂഹത്തിൽ ദുരന്തവും ജീർണതകളും സംഭവിക്കും. ഇന്നത്തെ കാലത്തെ പല കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും നാട്ടിലായാലും മതങ്ങൾക്കിടയിലായാലും സംഘടനകൾക്കിടയിലായാലും ഒക്കെ ചെറിയൊരു തെറ്റിദ്ധാരണയാണ്. തൻ്റെ സഹോദരനെ തെറ്റിദ്ധരിക്കുകയാണ്. ആരോ എന്തൊക്കെയോ പറഞ്ഞ് ധരിപ്പിച്ചതുകൊണ്ട് സത്യത്തിൽ അതാവണമെന്നില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യനെ അയാൾ എന്താണോ അതിൻ്റെ നേരെ വിപരീതമായിട്ട് അവതരിപ്പിക്കുന്ന കറുത്തുപോയ കല്ലിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഖുർആൻ അതിനുശേഷം പറയുന്നു, വലാ യഗ്തബ് ബഅ്ളുക്കും ബഅ്ള, നിങ്ങൾ ഒരാളെ കുറിച്ചിട്ട് പരദൂഷണം പറയരുത്. പരദൂഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ സദസ്സിൽ ഒരാളില്ല, അയാളെക്കുറിച്ച് നിങ്ങൾ മോശമായ കാര്യങ്ങൾ പറയുകയാണ്. അത് വലിയ തെറ്റാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിൻ്റെ സഹോദരൻ്റെ മരിച്ചു കിടക്കുന്ന നിൻ്റെ സഹോദരൻ്റെ പച്ച മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? നിങ്ങളത് വെറുക്കുന്നില്ലേ? അത്രയും നീചമായ കാര്യമാണ് പരദൂഷണം എന്ന് പറയുന്നത്. അത് ഖുർആൻ വളരെ ഗൗരവത്തോടെ പറയുകയാണ്. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അതിനുശേഷം പറയുന്നു, ദൈവത്തെ നിങ്ങൾ ഭയക്കുക, ദൈവത്തെ നിങ്ങൾ അനുസരിക്കുക. ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഇതൊക്കെയാണെങ്കിലും പാശ്ചാത്തപിച്ചാൽ ദൈവം അവന് പുറത്തു കൊടുക്കും. 100 പേരെ കൊന്നാൽ വരെ പാശ്ചാത്തപിച്ച് മടങ്ങിയാൽ ദൈവം തൗബ സ്വീകരിക്കുന്നതാണ്. മാപ്പ് അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നവനാണ് കരുണാമയനായ ദൈവം. ഈ വിശുദ്ധ റമളാൻ്റെ ദിനരാത്രങ്ങളിൽ അങ്ങനെ മാറാൻ നമുക്ക് സാധിക്കണം. ഈ ആയത്തിന് ആയാത്തുൽ അഖ്ലാഖ് എന്നുകൂടി, ആയത്തുൽ അഖ്ലാഖ് എന്നുകൂടി പേരുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വഭാവ നൈർമല്യത്തിൻ്റെ സൂക്തം, വചനം. ആ രീതിയിൽ നല്ല മനുഷ്യനാവാൻ, സഹജീവികളെ സ്നേഹിക്കാൻ, അവരോട് അലിവ് കാണിക്കാൻ, അവർക്ക് മാപ്പ് നൽകാനുള്ള അസുലഭ മുഹൂർത്തമായി, അനർഘ നിമിഷമായി ഈ മഹത്തായ ദിനരാത്രങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിന് സർവശക്തൻ തുണക്കട്ടെ. നാളെ മറ്റൊരു വിഷയവുമായി ഖുർആൻ സദ്വചനത്തിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.